അത് രാത്രി ഒരു 8-8:30 ആയി കാണും. ആ സമയത്ത് മുഖത്തും ഷർട്ടിലും ഒക്കെ ചോരയൊക്കെ ആയിട്ട് ഒരാള്. അയാൾ ഇങ്ങോട്ട് വന്നോ? ഇങ്ങോട്ട് വന്നില്ല സാറേ. അയാൾ ആരെയോ പേടിച്ചു സിദ്ധാർത്ഥ, ഇയാള് വെറുതെ അവളെ ദേഷ്യം പിടിപ്പിക്കാതെ. ചപ്പാത്തി പരത്താനേ ഇപ്പോഴേ പഠിച്ചിരിക്കുന്നത് നല്ലതാ. ഇനി താമസിക്കാൻ പോകുന്നിടത്തെ ചപ്പാത്തി പരത്തിൽ തന്നെ ആയിരിക്കുമല്ലോ. മണം പിടിക്കാനുള്ള കഴിവാണല്ലോ കൂടുതൽ. മണം പിടിക്കാനുള്ള കഴിവ് എനിക്ക് ഇത്തിരി കൂടുതലാ. വറ്റു മുഴുവൻ ഞങ്ങൾക്ക് തന്നിട്ട് കഞ്ഞിവെള്ളം മാത്രം കുടിച്ചു കിടക്കുന്ന അമ്മ ഒത്തിപ്പിടിച്ചു കിടത്തി എത്ര നല്ല കഥ പറഞ്ഞാലും ഉറക്കം വന്നിരുന്നില്ല കുഞ്ഞുനാളിൽ. കഥയിലെ രാജകുമാരിയുടെ സ്റ്റാർ ഹോട്ടലാണേലും പണി കുശിനിക്കാരൻ്റെത് തന്നെയല്ലേ. മഹാനായ ഈ കുശിനിക്കാരന് മുന്നിൽ പാചകം എന്ന മഹാസാഗരം കണ്ട് അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുന്ന 2 കൊച്ചു പെൺകുട്ടികളുടെ പ്രണാമം. ആലു ചപ്പാത്തി, വെജിറ്റബിൾ കുറുമ, പാലപ്പം, മുട്ടക്കറി, നൂൽപുട്ട്, കടലക്കറി. ഇനി എന്തൊക്കെയാണാവോ ഈ കൊച്ചു പെൺകുട്ടികൾക്ക് അമൃതത്തിന് വേണ്ടത്? മതിയേ, എനിക്കിപ്പൊ തന്നെ തടി കൂടുതൽ ആക്കിയൊക്കെ ഇട്ട് നിൽക്കുമ്പോ ഇടയ്ക്കൊരു പഞ്ച് ഡയലോഗൊക്കെ പറയണ്ടേ? ഇതുവഴി പോയപ്പോ വെറുതെ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. അതിന് ഏട്ടനിവിടെ ഇല്ലല്ലോ. നമുക്ക് 2 കൂട്ടർക്കും അതല്ലേ ഒരു സൗകര്യം. എന്നുവെച്ചാ? അല്ല, ഹരിസാർ ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് ഫോർമാലിറ്റി ഒന്നും ഇല്ലാതെ സംസാരിക്കാമല്ലോ എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇതിന്ന് വല്ലതും കോപ്പി അടിക്കാൻ പറ്റിയാൽ ആവാലോ. മാനസവാ, നമുക്ക് ഈ ചുവരുകൾക്കുള്ളിൽ അത്ഭുതങ്ങൾ ഉണ്ടോന്ന് നടന്നു നോക്കാം. ആഹാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞില്ലേ ഇതുവരെ? അതെന്താ 10 മണിക്ക് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. അയ്യോ എന്റെ പൊന്നു മോളെ, വഴക്കിനൊന്നും വരല്ലേ. പറഞ്ഞില്ലേ ഞാനൊരു പാവം സിയയാ. മോൾക്ക് ദേഷ്യം വരില്ലെങ്കിൽ ചെറിയൊരു സംശയം കൂടി ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് 2 പേരിലും പിന്നെ പുറന്തോട് മാത്രമേ ബാക്കിയുണ്ടാവൂ. സോ ലെറ്റ്സ് ടോക്ക് മോർ വർക്ക്. സോ ഇതാണ് മാനസ രാജകുമാരിയുടെ ഉറക്കറ. അവിടെന്താ? ഇറ്റ്സ് ഓക്കെ. എന്റെ വീടിന്റെ പണി അങ്ങോട്ട് തീർന്നില്ല. എത്രയൊക്കെ കൂട്ടി യോജിപ്പിച്ചിട്ടും എവിടെയൊക്കെയോ ഒരു ചേരായിക പോലെ. എനിവേ, പണി തുടങ്ങിയില്ലേ, ഇനി തീർത്തേ പറ്റൂ. ഹൗസ് വാമിങ്ങിന് ഞാൻ നേരിട്ട് വന്ന് വിളിക്കും. മൈനയും കൂട്ടി മോള് വരണം. സിദ്ധാർത്ഥ, സിദ്ധാർത്ഥ, സിദ്ധാർത്ഥ. ഉള്ള കാര്യം പറയാലോ, ചെറിയൊരു കള്ളം പറഞ്ഞ് സാറിന്റെ വീട്ടിൽ വരെ ഞങ്ങൾ കയറി നോക്കി. ഞാനൊരു കാര്യം പറയാം സാർ. പറയൂ. സിദ്ധാർത്ഥൻ ഈ ലൊക്കാലിറ്റി വിട്ട് പോയിട്ടില്ല. അതേസമയം ഇവിടെ എവിടെയും സിദ്ധാർത്ഥനെ കണ്ടെത്താനോ ആയിട്ടില്ല. എന്താ അതിൽ നിന്ന് നമ്മൾ ഊഹിക്കേണ്ടത്? യു മീൻ? ഐ മീൻ ഇറ്റ് സർ. സിദ്ധാർത്ഥൻ ഈ ഭൂമിക്ക് മുകളിലില്ല. പക്ഷേ ആ മരണം ഒരിക്കലും ഒരു സൂയിസൈഡ് അല്ല. അങ്ങനെയാണെങ്കിൽ അയാളുടെ ബോഡിയെങ്കിലും കിട്ടണ്ടേ?